ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിരുവചന കേൾവിക്കായി പ്രഭാതത്തിൽ കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു തിരുവചനം ഞാൻ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്നരുളി ചെയ്തു. നോക്കൂ, അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ചരിത്രത്തിൽ വേർപെട്ട ശേഷം പരിശുദ്ധാത്മാവിൽ വളരെ വ്യക്തമായി ദൈവാത്മാവ് എഴുതി വച്ചു, യഹോവയായ ദൈവം ഒരരുളപ്പാട് നൽകുകയാണ്. പിന്നെ യഹോവ സോദോമരുടെയും ഗോമേര്യരുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഇവിടെ വാസ്തവത്തിൽ നിലവിളിയുണ്ട്. ആ നിലവിളി കേൾക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആര് നിലവിളിച്ചാലും, ആര് കരഞ്ഞാലും, ആര് ദൈവത്തോട് അഭയയാചന അർപ്പിച്ചാലും ദൈവം കേൾക്കും. സൊദോമിലും ഗൊമോറയിലും അവിടെ ആയിരിക്കുന്ന ജനം വാസ്തവത്തിൽ നിലവിളിക്കുന്നു. അവർക്ക് ദുഷ്ടത അതിനകത്തുണ്ട്, പക്ഷെ പ്രാർത്ഥന ഇല്ലാതില്ല. പകയും പിണക്കവും ജാരശങ്കകളും അസൂയകളും എല്ലാം ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ, അതിനകത്ത് കൊടികുത്തി വാഴുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ധ്വനികളും മുഴങ്ങുന്നു. ദൈവം ഇത് കാണുന്നു. നമുക്കറിയാം, ദൈവം ഇത് കേൾക്കുന്ന ദൈവമാണ്. ഓർത്തു നോക്കൂ, പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അരുളി ചെയ്യുക, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു. അപ്പം ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. അവരുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവമാണ്. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവം. അത് സോദോമ്യർ നിലവിളിച്ചാലും ഗൊമോര്യർ നിലവിളിച്ചാലും, ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടന്ന് നിലവിളിച്ചാലും, പക്ഷെ ആ നിലവിളിയുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, വാസ്തവത്തിൽ ഇസ്രായേൽ നിലവിളിച്ചു, ദൈവം അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നു. അവർ എത്തേണ്ട കനാൻ നാട്ടിൽ ദൈവം എത്തിച്ചു. സോദോമും ഗൊമോറ ദേശവും ആ ദേശനിവാസികൾ നിലവിളിച്ചു, ദൈവം ഇറങ്ങി വന്നു. ആ പട്ടണങ്ങളെ ദൈവം ചുട്ടു കരിച്ചു കളഞ്ഞു. നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാണെങ്കിലും, നമ്മൾ എത്ര വലിയവരാണെങ്കിലും, എന്തുമാത്രം കഴിവുള്ളവരാണെങ്കിലും, നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ ആ പ്രാർത്ഥനകളുടെ ആകെ തുക മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് മറുപടി തന്ന് നമ്മെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണെന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകണം. ആ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന എന്ന ആയുധം വാസ്തവമായി എടുത്തു കഴിഞ്ഞാൽ, അത് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദുഷ്ടത പ്രവർത്തിക്കാതിരുന്നാൽ, നമ്മെ നമ്മുടെ വാഗ്ദത്ത ദേശത്തെത്തിക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത്
നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്നു ചേർക്കും. അതാണ് ഏറ്റവും വലിയ പ്രോമിസ്. ഒരു ദൈവവൈതൽ ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ആശ്വാസത്തിനും പ്രത്യാശയ്ക്കും വിശ്വാസ ജീവിതത്തിൽ ദുഷ്ടത ചെയ്യാതെ അസൂയ, പക, പിണക്കം ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും വച്ചു നിർത്തി പ്രത്യാശയോടെ സഹിച്ചും ചിലത് കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് കേൾക്കാതെ മുന്നോട്ട് പോകുവാൻ നമ്മെ ബലപ്പെടുത്തേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് തന്ന വാഗ്ദത്തമായിരിക്കണം. സോദോം പട്ടണത്തിലെ നിവാസികൾ പ്രാർത്ഥന കുറഞ്ഞവരല്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥനയുണ്ടായിരുന്നു. അവരുടെ പാപം അതികഠിനമാണ്. ദൈവത്തിൻ്റെ വെരിഫിക്കേഷനിൽ അവരുടെ പാപം അതികഠിനമാണ്. അവർക്ക് നിലവിളി ഉണ്ടായിരുന്നു, പക്ഷെ പാപത്തിനൊട്ടും കുറവില്ലായിരുന്നു. പ്രാർത്ഥനയുണ്ട്, പാപത്തിനൊട്ടും കുറവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ ദൈവം ഒരുക്കപ്പെട്ടിരിക്കുന്നത് തീക്കായിട്ടാണ്. മറക്കരുത്, എത്ര വലിയ ആത്മീയരാണെങ്കിലും എത്ര വലിയ ചെറിയവരാണെങ്കിലും വചനത്തിൻ്റെ മുൻപാകെ വിറച്ചുകൊണ്ട് നിനവെ പട്ടണം മാനസാന്തരത്തിനായി നിലവിളിച്ചതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിലവിളി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരട്ടെ. ചെയ്തു പോയത്, കണ്ടുപോയത്, പറഞ്ഞത് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ച് പറയാം, കർത്താവേ എന്നോട് പൊറുക്കണമേ. പാപം മാറ്റിവെച്ച് പ്രാർത്ഥന ഉയരട്ടെ. പാപത്തിൻ്റെ ശക്തിയോട് ബൈ പറഞ്ഞ് പ്രാർത്ഥന ഉയരട്ടെ. നമ്മളെ എത്തിക്കേണ്ട വാഗ്ദത്ത സ്ഥാനത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. May God bless you.